ഇത് ഷൈൻ അല്ലേ? ഷൈൻ ലേഡീസ് ഒരിക്കൽ പോണാലോ. ഹായ് ഹലോ മജാമരെ, അസ്സലാം വലൈക്കും. ഇതല്ല സുഖല്ലേ? നമ്മള് ഇടയ്ക്ക് 2 ദിവസമെല്ലാം ഗ്യാപ്പ് വരുന്നുണ്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട്. കാരണം ഒന്നെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരിക്കില്ല, അതല്ലെങ്കിൽ റീൽസ് ചെയ്യുന്നോണ്ട് കുറച്ച് റീൽസിന് ഫോക്കസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. നമ്മൾ റീൽസിന് ഇമ്പോർട്ടന്റ് കൊടുക്കണമല്ലോ. റീൽസ് ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ചാനലിന് കുറച്ച് ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഷേക്കായാലും ഇവയുടെ അടിപൊളി എക്സിന്റെ എല്ലാ സീരീസും പൊടിയാ. പറഞ്ഞു വന്നത്, ഞങ്ങളിപ്പോ ഒന്നുമില്ല, ഞങ്ങളുടെ ഹോം ടൗൺ വരെ വരേണ്ടിണ്ടായിരുന്നു. അത് വന്നിട്ട് ഇവളുടെ വീട്ടിലേക്ക് ആരോ ഗസ്റ്റ് വരുന്നുണ്ടല്ലോ. ഗസ്റ്റ് വരും വരെ നിൽക്കാനൊന്നും പറ്റൂല. എന്നാലും ഇവളുടെ വീട്ടിലേക്ക് പോയി പറ്റുവാണെങ്കിൽ ഇവളെ ഉമ്മാനെ വെച്ചൊരു റീൽസും ചെയ്ത് എനിക്ക് ഇന്ന് ടൈമില്ല. ഇവളെ ഉമ്മാനോടുള്ള സകല കലിപ്പ് റീൽസ് ചെയ്ത് തീർക്കാം. അതല്ലേ നല്ലത്? പാവാട്ടാ, നല്ല അടിപൊളിയാണ്. നമ്മുടെ ഉമ്മായമ്മ നമ്മുടെ പൊന്ന്, നമ്മുടെ സ്വന്തം മുത്താണ്. പിന്നെന്തൊക്കെ ഉപ്പ ഇവളുടെ വാപ്പയുണ്ടല്ലോ, പഴയ ടെറർ എന്ന് പറഞ്ഞ തലകെട്ടാവണ്ട നേരെ പിടിച്ച. എന്തായാലും ഞാൻ ഈ വീഡിയോ കാണിക്കാൻ. ടെറർ എന്ന് പറഞ്ഞാ പണ്ട് ഭയങ്കര കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന് മുംബൈയിലൊക്കെ ഇടിവെട്ട് സുഗുണനായിരുന്നു, സീറ്റ് ബെൽറ്റ് ഇട്ടല്ല. പിന്നെ ഇപ്പോ ഒതുങ്ങി. ഇപ്പൊ എന്റെ കുട്ടികളെയൊക്കെ കളിപ്പിക്കുന്ന കാണുമ്പോ ഞാനിടയ്ക്ക് ഇവളോട് ചോദിക്കലുണ്ട്, സത്യമായിട്ട് നിന്റെ വാപ്പ ടെററായിരുന്നു അവിടെ നിന്ന്? ടെറർ എന്ന് വെച്ചാൽ എനിക്കറിയാം, എന്റെ ഫാമിലിയാണ് ലോങ്. അപ്പൊ എനിക്ക് മുമ്പേ കഥകളൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ ഈ ഓരോ മനുഷ്യൻ ഒതുങ്ങുന്ന ഒരു പ്രായമുണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കും, നിന്റെ വാപ്പ ശരിക്കും ടെററായിരുന്നു അവിടെ നിന്ന്? ഈ സംഭവം എന്താ അറിയോ, ഈ സൈഡിൽ നിന്ന് ക്ലെയർ കൂടുതൽ അടിക്കുന്നു, വിഷ്വല് ക്വാളിറ്റി തീരെ ഉണ്ടാവൂല. എന്നറിയുന്നവർക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കും ക്വാളിറ്റി ആവശ്യമില്ലല്ലോ, അല്ലേ? അതല്ല അതിന്റെ ഒരു ശരി. ഞാനിവിടെ വീട്ടിൽ എത്തട്ടെ, എന്നിട്ട് എന്തായാലും സ്വറ പറഞ്ഞിരിക്കാം. ലൈവ് നോക്കണം, ലൈവ് വരാൻ പറ്റുമോ നോക്കണം എന്ന്. ഓക്കെ, കാടും മലയും താണ്ടി ഞങ്ങൾ ഇതാ പോകുന്നു. സ്വർഗം നിനക്ക് മാത്രം സ്വർഗം, ഞങ്ങൾക്കല്ല. ഇതാണ് ഇവളുടെ സ്വർഗം, കുഞ്ഞു സ്വർഗം. ഇതാണ് എന്റെ പാർക്കിംഗ് ഗ്രൗണ്ട്. ഇത് വേറെ വീട് വരുന്നുണ്ട്. ഇതെന്ത് സംഭവം? പുരാതന വസ്തുവാ. പള്ളി കിട്ടുന്ന ഒറ്റ നിസ്കരിച്ചിട്ട് അങ്ങെത്തുമല്ലോ ഉപ്പ. അപ്പൊ ഗൈസ് പരിപാടി കഴിഞ്ഞ്, സോറി പരിപാടി തുടങ്ങാൻ പോവാ. അപ്പൊ നമുക്ക് ഇറങ്ങാം. പാപ്പി ഇറങ്ങി ഇങ്ങോട്ടെ. പാപ്പി ഇറങ്ങി. പാപ്പിഷു ഒക്കെ വരുന്നാ? എന്ത് പാപ്പിഷു? ജാനു ആര്? പപ്പ പറഞ്ഞതല്ലേ, വേറെ ആരും അല്ലല്ല. ഇന്ന് തുറന്നാണ് റിസു? ഇന്ന് തുറന്നിലെടുത്ത് പോ. ബാഗ് എടുക്ക് പപ്പാന്റെ മമ്മ. നിന്റെ ബാഗ് വേണോ റിസു? എന്നാ അവനെ രണ്ടിനകത്ത് പിടിച്ച പപ്പ ലോക്കാക്കിയത് വരാം. താഴെ പൈസ ഉണ്ടോ? പിടിച്ചോ. ആ ചെരുപ്പെന്ത് വേണ്ട, ഒരിക്കൽ പോയിരുന്നു നീ. ബാഗ് എടുത്താ ലോക്കായിക്കോ. ബസീർ ഫുഡ് അയച്ചോണ്ട് ഇതാനോട് അലക്കിയിട്ട് പോകുന്നത്. നീ നിക്കണോ? ഇവിടെ ഇതേത് മൂവി? ഉറക്കുന്നില്ലേ? ബാഗ്, എൻ്റെ ബാഗ് അവിടെ വെച്ചു സോഫയില്.
നല്ല അണിയറയിൽ അയില ഒരുങ്ങുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ അയില. ഇതേതാ പിന്നെ? അയിലല്ലേ ഞാൻ തേഞ്ഞ്, അയിലല്ലേ? ഓ ഞാൻ തുടങ്ങാം. ഇസാനോ ടി വി പിന്നെ നോക്കാം. ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് കഴിക്കണ്ടേ? വേണ്ടേ? കാണുന്നില്ലേണി പപ്പാനെ പേടിപ്പിക്കുന്നതാ. നല്ല സാധനം തന്നെ.